ചുരുങ്ങിയ കാലം കൊണ്ട് പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കരനാകാൻ കഴിഞ്ഞ താരമാണ് നാനി. ഈച്ച, ജേഴ്സി തുടങ്ങിയ ജനപ്രിയ ചിത്രങ്ങളിലൂടെ താരമായി ഉയർന്ന നാനിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ഹേയ് നാന്ന. നാനിക്ക് മലയാള സിനിമയോടുള്ള ഇഷ്ടവും താല്പര്യവും ഒരുപാട് അഭിമുഖങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ള നാനി മലയാളികൾക്കും സുപരിചിതമാണ്. ഇപ്പോഴിതാ തനിക്ക് റീമേക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമകളെ കുറിച്ച് പറയുകയാണ് നാനി. മലയാളത്തിൽ നിന്നും തെലുങ്കിലേക്ക് ഒരു സിനിമ റീമേക്ക് ചെയ്യുകയാണെങ്കിൽ അത് മമ്മൂട്ടിയുടെ ഭീഷ്മപർവമായിരിക്കുമെന്നും മലയാളത്തിൽ നിന്ന് ഒരു നടനെ തന്റെ സിനിമയിലേക്ക് തെരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ താൻ മോഹൻലാലിനെ ചൂസ് ചെയ്യുമെന്നും നാനി പറയുന്നു. ഒരു റേഡിയോയോട് സംസാരിക്കുകയായിരുന്നു നാനി. മലയാളത്തിൽ നിന്ന് ഒരു സിനിമ റീമേക്ക് ചെയ്യുകയാണെങ്കിൽ മമ്മൂട്ടി സാറിന്റെ ഭീഷ്മപർവമായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക. അതുപോലെ ഭീഷ്മപർവം സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് തനിക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ട്. ലാൽ സാറിന്റെ ലൂസിഫർ പോലെയാണ് മമ്മൂട്ടി സാറിന്റെ ഭീഷ്മപർവം. എന്റെ ഒരു സിനിമയിലേക്ക് മലയാളത്തിൽ നിന്ന് ഒരാളെ കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ തീർച്ചയായും തിരഞ്ഞെടുക്കുക മോഹൻലാലിനെ ആയിരിക്കും. അദ്ദേഹത്തിന്റെ ലൂസിഫർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ചിത്രമാണെന്നും നാനി പറയുന്നുണ്ട്. മലയാളത്തിൽ സംവിധായകൻ അമൽ നീരദിനൊപ്പവും ലിജോ ജോസ് പെരിശ്ശേരിയോടൊപ്പവും സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അൽഫോൺസ് പുത്രൻ ഒരു മികച്ച സംവിധായകനാണെന്നും നാനി കൂട്ടിച്ചേർത്തു. അതേസമയം താനും പ്രേക്ഷകരെ പോലെയാണെന്നും നാനി പറയുന്നുണ്ട്. കാരണം ഒരേ സിനിമ ആയിരിക്കില്ലല്ലോ പ്രേക്ഷകർ വീണ്ടും വീണ്ടും കാണുന്നത്. അതുപോലെ ഒരു അഭിനേതാവ് എന്ന നിലയിൽ താനും മാറ്റങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓരോ വ്യത്യസ്ത സിനിമയിലും തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ അച്ഛനായിട്ടും സ്ക്രീനിൽ അച്ഛൻ കഥാപാത്രങ്ങൾ പല നടന്മാരും ചെയ്യുന്നില്ല. പ്രായം കൊണ്ട് അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായും അത്തരം കഥാപാത്രങ്ങൾ സ്ക്രീനിൽ ചെയ്യണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നത്. സിനിമയുടെ സ്ക്രിപ്റ്റിനും വലിയ പ്രാധാന്യമുണ്ട്. കരിയറിൽ ഇത്രയും വ്യത്യസ്തമായ കഥാപാത്രങ്ങളും സിനിമകളും ചെയ്യാൻ കഴിയുന്നത് ഏതൊരു ആക്ടറിന്റെയും സ്വപ്നം കൂടിയാണെന്നും നാനി പറയുന്നു. അഭിനയത്തിന് മാത്രമല്ല ശബ്ദത്തിനും സിനിമയിൽ പ്രാധാന്യമുണ്ടെന്നും ഒരു അഭിനേതാവ് ഡബ് ചെയ്യുമ്പോഴും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഡബ് ചെയ്യുമ്പോഴും വലിയ വ്യത്യാസമുണ്ടെന്നും നാനി പറയുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആ കഥാപാത്രം എന്തായിരുന്നെന്നും കഥാപാത്രത്തിന്റെ വികാരങ്ങൾ എന്താണെന്നും ആക്ടറിന് മനസ്സിലാകും. ഓക്കെ കൺമണി എന്ന മണിരത്നം ചിത്രത്തിന്റെ തെലുങ്കു വെർഷനായ ഓക്കെ ബംഗാരത്തിൽ ദുൽഖർ സൽമാന് ശബ്ദം നൽകിയത് നാനിയായിരുന്നു. ആ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും മണിരത്നത്തിന്റെ വലിയ ആരാധകൻ കൂടിയാണ് താനെന്നും നാനി വ്യക്തമാക്കി. ഈച്ച എന്ന സിനിമയിലൂടെയാണ് നാനി മലയാളികൾക്കുൾപ്പെടെ പ്രിയങ്കരനായി മാറിയത്. ആകെ 40 മിനിറ്റ് മാത്രമാണ് ഈച്ച എന്ന സിനിമയിൽ അഭിനയിച്ചതെങ്കിലും ഇപ്പോഴും ആ സിനിമയിലെ പെർഫോമൻസിന്റെ പേരിൽ അഭിനന്ദനങ്ങൾ തനിക്ക് കിട്ടാറുണ്ടെന്നും നാനി പറയുന്നു. ഈച്ച എന്ന സിനിമയിൽ കുറച്ചു നേരം കൂടി അഭിനയിക്കാൻ വേണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഒരിക്കലുമില്ല എന്നാണ് നാനിയുടെ മറുപടി. ആ സിനിമയിൽ താൻ ഫുൾ ഉണ്ടായിരുന്നെങ്കിൽ ആര് കാണാനാണെന്നും ഈച്ചയെ പറ്റിയാണ് ആ സിനിമയെന്നും ആൾക്കാർക്ക് അതിനെ കാത്തിരിക്കേണ്ടി വരരുതെന്നും അതുകൊണ്ട് കൃത്യസമയത്താണ് രാജമൗലി തന്നെ കൊന്നതെന്നും നാനി കൂട്ടിച്ചേർത്തു. RRR, ബാഹുബലി എന്നീ സിനിമയ്ക്ക് ശേഷമായിരുന്നു ഈച്ച എന്ന ചിത്രം ചെയ്തിരുന്നതെങ്കിൽ വേറൊരു തലത്തിലേക്ക് ആ സിനിമ എത്തിയേനെ എന്നും നാനി പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.